നമ്മുടെ ബഹുമാന്യനായ ശ്രീ സുരേഷ് ഗോപി 2024 തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ഗുരുവായൂരിൽ SG കോഫി ടൈം എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി വെച്ചു തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത്. അദ്ദേഹം ഗുരുവായൂർ ക്ഷേത്ര നഗരിക്ക് തെരഞ്ഞെടുപ്പ് സമയത്ത് വാഗ്ദാനം ചെയ്ത ചില കാര്യങ്ങളുണ്ട്. ചുരുക്കത്തിൽ ഒന്ന്, മണ്ണുത്തിയിൽ നിന്ന് ആരംഭിച്ച് അമല വഴി ചൂണ്ടൽ ഗുരുവായൂരിലേക്ക് എത്തി, ഗുരുവായൂരിൽ നിന്ന് ചാവക്കാട് ഇപ്പോൾ സംസ്ഥാന സർക്കാർ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഇച്ഛാശക്തിയോടുകൂടി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന തീരദേശ പറയട്ടെ ഞാൻ പറയട്ടെ മാഷേ, ആ മണ്ണുത്തിയിൽ നിന്ന്, ഇത് സുരേഷ് ഗോപി പറഞ്ഞ കാര്യം, മണ്ണുത്തിയിൽ നിന്ന് തുടങ്ങിയിട്ട് അവിടെ എത്തുന്ന ഒരു ആധുനിക ബൈപ്പാസ് നിർമ്മിച്ച് ഗുരുവായൂരിലേക്ക് എത്തുന്ന ലക്ഷക്കണക്കിന് തീർത്ഥാടകർക്ക് സുഗമമായി യാത്ര ചെയ്യാവുന്ന പദ്ധതി കൊണ്ടുവരുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. ഒന്ന്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു ഗുരുവായൂർ തൃശ്ശൂർ റെയിൽവേ ലൈൻ ഇരട്ടപ്പാതയാക്കും. മൂന്നാമത് അദ്ദേഹം പറഞ്ഞു, ഞാനതിൽ ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ പങ്കെടുത്ത ആളാണ് ഞാൻ, അദ്ദേഹം പറഞ്ഞു മിനി എയർപോർട്ട് കൊണ്ടുവരും. നാലാമത് അദ്ദേഹം പറഞ്ഞു ഇവിടെ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ അയോധ്യ മോഡലാക്കി മാറ്റും. അഞ്ചാമത് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ടൂറിസം വകുപ്പ് മന്ത്രി ആയിട്ടില്ല അന്ന്, അദ്ദേഹം പറഞ്ഞു ഗുരുവായൂരിനെ ടൂറിസം ഹബ്ബാക്കി മാറ്റും. ഗുരുവായൂർ ക്ഷേത്രം, ദ്വാരക ബീച്ച്, ചേറ്റുവ കായൽ, അതുപോലെ ചക്കം കണ്ടം, ആനക്കോട്ട, അതുപോലുള്ള പ്രദേശങ്ങൾ പുന്നിയൂർക്കുളം, മാഷ്ക്കറിയാലോ, പുന്നിയൂർക്കുളത്തിലെ അവിടെയുള്ള എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ടൂറിസം ഹബ്ബ് ഇത് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അദ്ദേഹം ഗുരുവായൂർ തിരുനാവായ റെയിൽവേ പാത ഞാൻ MP ആയി കഴിഞ്ഞാൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയണില്ല, ആരും പറയണില്ല. അദ്ദേഹത്തെ കാണണമെങ്കിൽ ഇപ്പോൾ സിനിമ കാണേണ്ട അവസ്ഥയിലാണ്.